കലാകാരൻ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, നല്ല ഒന്നാന്തരം കലാകാരനാണ്. വരൂ അനിൽ, സന്തോഷം. വിളിച്ചാട്ടെ. അപ്പൊ അനിൽ എന്നാണ് പേര്. അനില് ഇങ്ങനൊരു സംരംഭം തുടങ്ങി. ഇതിനകത്തുള്ളതെല്ലാം മനുഷ്യരാട്ടോ. ഇത് ആനയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ സാധാരണ വളരെ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നോക്കൂ, തുമ്പിക്കൈയൊക്കെ ചുരുട്ടിയെടുക്കുന്നു, തുമ്പിക്കൈ പൊക്കി വെക്കുന്നു. ഇത് നല്ല കൊമ്പ്, പക്ഷെ പിടിച്ച ഈ കൊമ്പെങ്കിൽ പോരും. ഇതിനുള്ളിൽ രണ്ട് മനുഷ്യരുണ്ട് അല്ലെ? രണ്ടുപേരാണോ? ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടി? ഇത് നമ്മളിങ്ങനെ ഓരോന്ന് നോക്കി കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്തതാണ്. പുതുമ വേണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ടാണ് എന്തായാലും അനിൽ ഇങ്ങനെ ഒരു ഐഡിയ കണ്ടുപിടിച്ചത്. ഐഡിയ എന്നാ കൊണ്ടുവന്നേ? ഇത് കോവിഡ് കാലത്ത്. അതാണ് സൂപ്പർ. അതാണ് ആ കൊണ്ടുവന്ന കാലം എന്നുള്ളത് അനിലിനെ വലിച്ചത്. അത് കോവിഡ് വരുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെ എത്ര എണ്ണം ഉണ്ട് പാവകള്? പാവ 20ഓളം പാവയുണ്ട്. 20ഓളം ഇത്രയും വലിയ പാവകൾ. ഇതിനുള്ളിലൊരു ഈ അമ്മയും കുഞ്ഞിന്റെ ഉള്ളിലിരിക്കുന്ന ആളുടെ പേരെന്താ? വിനീത്. ഇതിന്റെ ഉള്ളിൽ കുറച്ചു നേരമായിട്ട് ഇത് എടുത്തോണ്ടിരിക്കുകയാണ്. അമ്മയും കുഞ്ഞുമാണ് അല്ലെ? ഇനി വേറൊരു പാവയുണ്ടല്ലോ ഇതിന് പിന്നാലെ. നമുക്ക് ആ പാവയും കൂടി നോക്കിയിട്ട് വരാം. കമോൺ. യെസ്, എന്താ പേര്? ബിജു ആണ്. ഇത് കഥകളിയാണ് അല്ലേ? നിഴൽക്കുത്ത് എന്നാണ് അല്ലെ? നിഴൽക്കുത്ത് രാവണനാണ് അല്ലെ? രാവണന്റെ വേഷം ഇട്ടോണ്ട്. പേരെന്താ പറഞ്ഞേ? ബിജു. ഒരു അഭിപ്രായം ചോദിച്ചോട്ടെ, നവകേരള സദനെ കുറിച്ച് എന്താ അഭിപ്രായം? ബിജു ഒന്ന് ചിരിച്ചു അല്ലെ? ഈ ചോദ്യം ഇതിനുള്ളിൽ വേണോ എന്നുള്ളതാണ്. നമ്മൾ എവിടെയും രാഷ്ട്രീയം ചോദിക്കും, വാർത്ത എവിടെയുണ്ട് നമ്മൾ കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ ബിജു എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? നല്ല നന്നായി പോണു. മലയാളിയാണോ? ഹിന്ദിയാ? മലയാളം അറിയാം. മലയാളം അറിയാം. അതുകൊണ്ടാണ് നവകേരള സുഗന്ധ സംഭവം എന്ന് പുള്ളി ഞെട്ടിപ്പോയി. എവിടെയാ ബിജുവിന്റെ സ്വദേശം? ആസാം. അപ്പൊ ഇതിനകത്തുള്ള കലാകാരന്മാരൊക്കെ എവിടെ ഉള്ളവരാ? ബിജു മാത്രമേ ഉള്ളൂ പുറത്ത്. ഓക്കെ, ഇതെന്താണ് സംഭവം? നമുക്ക് അടുത്തൊരു പാവ കൂടി ഒന്ന് കാണാം. അനിലിന്റെ ഒരു പുതിയ ഐഡിയ ആണ്. പക്ഷെ അനിൽ ഐഡിയ കൊണ്ടുവന്ന കാലം തെറ്റിപ്പോയി. കോവിഡിന് തൊട്ട് മുമ്പ് കൊണ്ടുവന്നു. കോവിഡ് ആയപ്പോഴേക്കും അനിലിന്റെ അടപ്പളവി. സത്യം അല്ലേ? അക്ഷരാർത്ഥത്തിൽ ബാധ്യതകളുടെ നടുവിൽ. ഏകദേശം എത്ര രൂപ കടം വന്നിട്ടുണ്ടോ? 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ ബാധ്യതയുണ്ട് ഈ കലാകാരൻ. പ്രമാണം വച്ച് കിളിമാൻ്റെ ഒരു സർവീസ് സഹകരണ ബാങ്കിൽ നിന്നുണ്ട്. അതിപ്പോ ജപ്തിയുടെ വക്കീലാണ്, അടയ്ക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതാണ് കിളിമാൻ്റെ IOB ബാങ്കിൽ നിന്ന് ഉണ്ട്. കലാകാരൻ നാട്ടുകാരെ രസിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയം വന്നു, കോവിഡ് വന്നു, ഉത്സവപ്പറമ്പില്ലാതായി, ആഘോഷങ്ങളില്ലാതായി, ആർക്കും പാവ വേണ്ടത്. പിന്നെ നാട്ടിൽ നിന്ന് കുറെ പേരുടെ പലിശ എടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ. ഇപ്പൊ പക്ഷേ മാർക്കറ്റ് കയറി വരുന്നുണ്ട്. ഇനിയിപ്പോ സീസൺ ആയി വരുന്നു. അതിൽ തന്നെയും പഴയ കാലത്തെ കോവിഡിന് മുമ്പുള്ള കണക്കുള്ള പരിപാടികളില്ല. മാത്രമല്ല ഇതിന്റെ വേറെ രീതിയിലായിപ്പോയി അല്ലെ ആഘോഷങ്ങളൊക്കെ. ഇതിപ്പോ സാധാരണ ഫ്ലോട്ടുകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് നമ്മളിപ്പോ ഈ തിരുവനന്തപുരത്ത് ഓണ സാംസ്കാരിക ക്ഷേത്രം 3 വർഷം കൊണ്ട് നമുക്ക് ഒന്നാം സ്ഥാനമുണ്ട്. ഓണ സാംസ്കാരിക ഘോഷ ഒന്നാം സമ്മാനം കിട്ടുന്ന കലാകാരൻ കൂടിയാണ് കേട്ടോ. അനിലിന്റെ മുഴുവൻ പേര് എങ്ങനെയാ? അനിൽകുമാർ. അറിയപ്പെടുന്നത് അനിൽകുമാർ തന്നെയാണോ? അനിൽ എന്നാണ് അറിയപ്പെടുന്നത്. അനിൽ കിളിമാനൂർ എന്നാണ് അറിയപ്പെടുന്നത്. കിളിമാനൂരിൽ നിന്ന് വന്നാണ്. നമസ്കാരം ചേട്ടാ, എന്താ പേര്? എന്റെ പേര് ബാബു. ഇതിന് നല്ല വെയിറ്റ് ഉണ്ടോ? 40 കിലോ ഉണ്ട്. ഇതിന് 40 കിലോ ഉണ്ടോ? അതിന് 80 കിലോ ആണല്ലേ? അതിന് 40-80 കിലോ ഭാരമുണ്ട്. എനിക്കൊന്ന് നമുക്കിത് താഴ്ത്തി വയ്ക്കാൻ തോന്നുന്നു. കാര്യം അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല. 40-80 കിലോ ഭാരമുണ്ട്. ഇതെന്താണ് സംഭവം? ഇത് അപ്പൂപ്പനും ചെറുമകനും, അത് മുത്തശ്ശിയും ചെറുമകളും കൊണ്ടോ. രണ്ട് നല്ല കലാശില്പങ്ങളാണ്. എന്താ പേര് ചേട്ടന്റെ? സേതു കല്ലട. അപ്പൊ ഇത് ചേട്ടൻ താത്തി വെച്ചോളൂ, അധികം ബുദ്ധിമുട്ടുണ്ട. അപ്പോ you are from Italy, right? Yes, it looks like. You saw this elephant? It seems real. It's real. Come. Very close. Touch it. Is it real? Yeah, No, it's touch not. it. All right. But it looks really real. Yeah, it looks really Even real. this one. Actually, this was made by an artist here. He's here, Anil from Kilimanjaro. Anil made this beautiful art form, and the 2 persons are there inside this elephant. Only 2. All right. Only 2 people. It's Only big 2 stuff. people. So Good. big Indians, big Indians. people. All Yeah. right. Then, what's about your Varkala trip? Pardon? How was it? Varkala trip? Very good. Varkala people. Very good indeed. Uh-huh. It's my first time in Kerala. First time in Kerala. Yeah. Have you ever been here in India? In India before, but not here. Not here, not in Yes. Then how many places you visited so far in Kerala? No, only this and Trivandrum only. But I may go to an ashram where everybody's going. Look. Alapi. Are you not going Alapi? Amma is the ashram of Ashram, yeah, Vallikawa. Everybody's going there. Yeah, it's 1 hour. Are you a follower of Amma? No, I never knew her before, but I mean, all these things okay. are connected together. So you want to experience it? Maybe I go there, yeah. Yeah, fine. A few days. What are you working? I mean, what are you doing there in Italy? I work with refugees from Africa. Yeah, we have a lot of. Actually, I miss Africans. I really don't have here. No Africans at all. But No Africans. I mean, I'm joking. But there are Africans. It's a long way. I mean, there are African they come students. to Italy. There are African students We here take in the them. campus. All right. Nearby. No, I saw one in
I don't even remember where. So you are a But, refugee yeah. activist in Italy. Yeah, we work with them. You work for it. Is it an NGO or a government sponsor? It's a private. Private It's called Cooperativa, working for the government. Okay, you work for that. Then what about your Berlusconi government? Oh, but Berlusconi died. He passed away. Passed away? Yeah. What was His the opinion government of the right finished wing- long years ago. The government finished. But our government doesn't last much. Okay. I mean, India is the most stable. Yeah. Now we have a woman, the first time in history. And it looks like she's got a good connection with your Okay. president. Okay. Wonderful. Maybe Then India. what's your opinion about the government of India here? I think you are not supposed to make a comment here on this foreign land. Okay. Anyway, thank you. Thank you. Your good name, sir? Leo, L-I-O. Leo. Yes. Okay. So you saw the Varkara is very good. Nice to them. നോക്കൂ, ഇറ്റലിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വിദേശിയാണ് ലിയോ എന്നാണ് പേര്. ലിയോ ആദ്യം കണ്ടപ്പോൾ ഇത് ഒറിജിനൽ ആണെന്ന് വിചാരിച്ചു. ഒറിജിനലിനെ പോലെ തന്നെ. ഇതിന് ഈ കലാകാരന്മാരെ ഒന്ന് പുറത്തിറക്കി തന്നിരിക്കും. രണ്ടുപേരുണ്ട്. രണ്ടുപേരുണ്ട്. ഇത് എവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും? ഓക്കെ. ഈ കലാകാരന്മാരെ ഒന്ന് കാണാമല്ലോ. എന്താ പേര് കലാകാരന്മാരെ? റൈറ്റ്. എന്താ പേര്? ആരോമൽ. ഇവിടെ ഒരു കലാകാരനുണ്ടല്ലോ. എന്താ പേര്? അജിൽ. അജിലും ആരോമലും ഈ ആനയ്ക്കുള്ളിലുണ്ട് എന്നതാണ്. നിങ്ങൾക്ക് ഇറക്കിക്കോളൂ. അജിൽ, നമുക്ക് കിളിമാനൂർ കുട്ടിശങ്കരൻ. എന്താണ്? കിളിമാനൂർ കുട്ടിശങ്കരൻ എന്നാണ് ഈ ആനയ്ക്കിട്ടിരിക്കുന്ന പേര്. ആക്ച്വലി കണ്ട റിയൽ ആനയാണ് നമുക്ക് ഫീൽ ചെയ്യും. ധാരാളം വിനോദസഞ്ചാരികളുണ്ട്. ഐ തിങ്ക് യു വാണ്ട് ടു സീ ഇറ്റ്. ടച്ച് ഇറ്റ്. Come on, see this. So let me ask you, is it real or artificial? It's an artificial one, and I'm very happy about this. You're very happy Very about this. happy. It's not a real You one. like elephant? I love it. Yeah, it's very Where well are you done. from actually, ma'am? I'm from France. You're from France? Yes, I am. You enjoyed Wakala? I enjoy Vakala. I come Kerala? every year. Yes. For how long have you been here? A month. A month? Yes. A month. Hi. Nice to meet you. Very good morning. Your good name, sir? John. You had a very quick sea bath? A very good, what's that? Swim. Swim, you Very good. Yeah, fine. What doing there in France? I'm an artist. Artist. Then he is an artist here. Ah, good. His name is Anil. He made these art forms. Very good. I like it very Elephant. much. Almost look like Elephant, similar, brilliant. right? Yeah, I can Look like tell. real. We had to come and see if it was real. That's great. We were not sure, so it's well done. Wonderful. ഫ്രാൻസിൽ നിന്നുള്ള ഒരു കലാകാരൻ കേരളത്തിൽ നിന്നുള്ള കലാകാരൻ സ്പീക്കിംഗ് മലയാളം, right? An artist from France, an artist from Kerala. They are meeting here in Varkala. നോക്കൂ, ലോകം എത്ര സുന്ദരം. World is beautiful. Art form is more beautiful. Yeah, it's very beautiful. Yeah, thank you. Your good name, ma'am? Emily. Emily, and your good name? John. And Emily. So have a nice day, nice trip, you wonderful very trip. much. Thank you So, very much. okay, thank you. When will you go back? After? 1 month. After 1 month. So 2 months visit here. in 1 Kerala. month here. 1 month We here. only just arrived. So you visited Varkala and Kovalam? No, Just Vakala. just Varkala only. Yeah. For how long you have been here? For 1 month. No, just Exclusive. a few days. Few days. Then you will leave for And then back to France. back to France. Okay, thank you. Bye-bye. അപ്പോൾ ഫ്രാൻസിൽ നിന്നുള്ള കലാകാരന്മാരെ ആണ് നമുക്കൊപ്പം കണ്ടത്. അനിൽ, സന്തോഷമായില്ലേ? അപ്പോൾ നമ്മുടെ ഈ രണ്ട് കലാകാരന്മാരെ കൂടി ഒന്ന് പരിചയപ്പെടാം. ആരോമലും എനിക്കിത് അയച്ചു വരുമ്പോഴേക്ക് നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി ഒന്ന് പോയി വരാം എന്ന് തോന്നുന്നു. നമ്മൾ വർക്കലയിലാണുള്ളത്. വർക്കലയിലെ രണ്ട് കലാകാരന്മാരെ നമ്മൾ കണ്ടു. ഫ്രാൻസിൽ നിന്നുള്ള കലാകാരന്മാർ, കിളിമാനിൽ നിന്നുള്ള കലാകാരന്മാരും തമ്മിലുള്ള ഒരു കണ്ടുമുട്ടൽ എങ്ങനെ തോന്നുന്നു? നിങ്ങൾ ഈ ആർട്ട് ഫോമിനെ ഫ്രാൻസ് അംഗീകരിച്ചു, ഇറ്റലി അംഗീകരിച്ചു. ലുക്ക് ലൈക്ക് റിയൽ എന്നാണ് പറഞ്ഞത്. ഇത് കണ്ടാൽ ഇത് യഥാർത്ഥം പോലെയുണ്ട്. ആദ്യം അദ്ദേഹത്തിന് ഭയമായിരുന്നു ഇങ്ങോട്ട് വരാൻ. റിയൽ ആണോ അതോ ആർട്ടാണോ എന്നുള്ളത്. റിയലിനെ പോലെയുള്ള ആർട്ടിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ടല്ലോ. മനുഷ്യന് മാത്രം സാധ്യമാവുന്ന ഒരു ആർട്ട് ഫോമാണ് അത്. റിയല് പോലെയുള്ളതൊന്നും ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലേ? എത്ര സമയം എടുത്തിട്ടുണ്ടാവും ഇതെല്ലാം ഒന്ന്? വരൂ അടുത്ത രണ്ടുപേരുണ്ട്. നമ്മുടെ ആന ഉണ്ടാക്കാൻ വേണ്ടി 1 മാസത്തിനോളം എടുത്തു. 1 മാസത്തോളം എടുത്തിട്ടുണ്ട്. ഇത്രയും ഒരു അതുപോലെ ഈ പാവകൾ ചെയ്യാനും ഒരു ഏറ്റവും കുറഞ്ഞൊരു 3 ആഴ്ച. കലാകാരന്മാരൊന്നും വന്നാട്ടെ. വരൂ. എന്താ പേര്? അജിൽ. മുമ്പിലാണോ പുറകിലാണോ? മുമ്പിൽ. ഈ ആനയുടെ മുമ്പിലത്തെ കാലിന് പറയുന്ന ഒരു പേരുണ്ട്, നട എന്നാണ് പറയുന്നത്. നട, അതിന്റെ കാൽപാദം, അല്ലെ? എങ്ങനെയുണ്ട്? എത്ര വെയിറ്റ് ഉണ്ട്? 10-15 കിലോ ഉണ്ട്. പിന്നിലാരാ നിന്നത്? ആരോമലാണ്, അല്ലെ? അപ്പൊ ഈ തുമ്പിക്കൈക്ക് എടുത്ത് പൊക്കും, അല്ലെ? കുട്ടികളെയൊക്കെ കാണുമ്പോ ചില കുസൃതികളൊക്കെ ഇടയ്ക്ക് നമ്മുടെ കുട്ടിശങ്കരൻ കാണിക്കും. അപ്പൊ കുട്ടിശങ്കരനെ കൊണ്ടുപോകുന്ന രണ്ടുപേരാണ്. ഗ്രേറ്റ്, താങ്ക് യു. അപ്പൊ ആരോമൽ, ഓക്കെ. അപ്പോ നമ്മളിനി വാർത്തകളിലേക്ക് കൂടി വരേണ്ടതുണ്ട്. അപ്പൊ താങ്ക് യു അനിൽ. ഗ്രേറ്റ്. എന്തായാലും വന്നതിൽ കണ്ടതിൽ സന്തോഷം. അപ്പൊ കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കട്ടെ. കടവൊക്കെ പെട്ടെന്ന് വീട്ടാൻ പറ്റും കേട്ടോ. നിങ്ങളെ പോലുള്ള സർക്കാരിൽ നിന്നും നമുക്ക് കലാകാരന്മാരിൽ ഒരു ആനുകൂല്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നിങ്ങൾ ഈ നവകേരള സദസ്സിൽ പോയപ്പോൾ നിങ്ങൾ പരാതി കൊടുത്തിരുന്നോ? ഇല്ല, കൊടുത്തിട്ടില്ല. ഇത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിലുണ്ടല്ലോ. പ്രത്യേകിച്ച് ടൂറിസം വകുപ്പ് മന്ത്രി ഇത്
കാണുകയാണെങ്കിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് നേരെയാണ് നമ്മളിത് കൊണ്ടുവച്ചത്. ഇതിപ്പോ കൊണ്ടുപോകും. ഇത് റിപ്പോർട്ടറിന്റെ ഈ വാർത്താ പരിപാടി കാണാൻ വേണ്ടി വന്നപ്പോൾ അനിൽ നമ്മളോടൊപ്പം കൂടിയതാണ്. ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ സർക്കാർ ആലോചിക്കാവുന്ന കാര്യമാണ് അല്ലേ? ടൂറിസം പ്രോജക്ട് പ്രത്യേക സാംസ്കാരിക ഘോഷയാത്രയ്ക്കായിരുന്നാലും ഉത്സവ ഘോഷയാത്രയ്ക്കായിരുന്നാലും പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളാണ്. കേരളത്തിൽ അങ്ങറ്റം നമ്മൾ പ്രോഗ്രാം. താങ്ക് യു അനിൽ, താങ്ക് യു. ഓക്കെ, അപ്പൊ സന്തോഷം, ഹാപ്പി ഡേ. ഓക്കെ. ഓക്കെ, അപ്പൊ പ്രിയ